സ്പോട്ട് ലൈവ് തുടരുന്നു. കേരള കലാമണ്ഡലത്തിൽ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമമെന്ന് പരാതി. കലാമണ്ഡലം അധ്യാപകനായ ദേശമംഗലം സ്വദേശി കനകകുമാറിനെതിരെ പോക്സോ വകുപ്പ് ചുമത്തി പോലീസ് കേസെടുത്തു. കലാമണ്ഡലം നടത്തിയ പ്രാഥമിക അന്വേഷണത്തിൽ പരാതിയിൽ കഴമ്പുണ്ടെന്ന് കണ്ടെത്തിയതോടെ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു. നവമി, ഏറെ ഗൗരവമുള്ളൊരു വിഷയമാണ്. പ്രത്യേകിച്ച് ഒരു അധ്യാപകൻ വിദ്യാർത്ഥികൾക്ക് നേരെ ലൈംഗിക അതിക്രമം നടത്തുന്നു, ക്ലാസ്സിൽ ഇയാൾ മദ്യപിച്ച് എത്തുന്നു. അങ്ങനെ ഗുരുതരമായിട്ടുള്ള പരാതികളാണ് വിദ്യാർത്ഥികൾ ഉന്നയിച്ചത്. ഇത് ഈ കോളേജ് അധികൃതർക്ക്, കലാമണ്ഡലം അധികൃതർക്ക് ഇവർ പരാതി നൽകുകയായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് പോലീസിൻ്റെ ഭാഗത്തു നിന്ന് നടപടി ഉണ്ടായിരിക്കുന്നത്. എത്ര വിദ്യാർത്ഥികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തെന്നാണ് പരാതിയിൽ മനസ്സിലാക്കുന്നത്? ടോം, ആദ്യം ഈ കുട്ടികൾ ഈ പരാതി നൽകിയത് കലാമണ്ഡലം അധികൃതർക്ക് തന്നെയാണ്. ക്ലാസ്സിൽ വെച്ച് ഈ അധ്യാപകനായിട്ടുള്ള കനകകുമാർ ലൈംഗിക അതിക്രമം നടത്തിയെന്നായിരുന്നു കുട്ടികൾ നൽകിയ പരാതിയിൽ. 6ഓളം വിദ്യാർത്ഥികളാണ് ഈ പരാതി അധികൃതർക്ക് നൽകിയത്. ഇവരുടെ ഒരു പരിശോധനയിൽ, പ്രാഥമികമായ ഒരു അന്വേഷണത്തിൽ ഈ കുട്ടികൾ പറഞ്ഞതിൽ വാസ്തവമുണ്ടെന്ന് തിരിച്ചറിയുകയും ചെയ്തു. ഇതിനെ തുടർന്ന് തന്നെ വൈസ് ചാൻസലർ ഈ അധ്യാപകനായിരുന്ന ഈ കനകകുമാറിനെ സസ്പെൻഡ് ചെയ്യുകയും ചെയ്തു. പിന്നീട് കുട്ടികളുടെ മൊഴിയെടുത്തു. ആ മൊഴിയിലെ വിശദാംശങ്ങളിലാണ് ഗുരുതരമായിട്ടുള്ള ആരോപണമാണ്, ഈ ഗുരുതരമായിട്ടുള്ള കാര്യങ്ങളാണ് ഈ അധ്യാപകനെതിരെ പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ക്ലാസ് എടുക്കുന്ന സമയത്ത് തന്നെ പെൺകുട്ടികളുടെ ശരീരത്തിൽ തൊടുകയും അതോടൊപ്പം തന്നെ ബോഡി ഷേമിംഗ് നടത്തുകയും ചെയ്തു എന്ന് പല കുട്ടികളും മൊഴി നൽകിയിട്ടുണ്ട്. 6ഓളം കുട്ടികളാണ് ഈ പരാതി നൽകിയത്. ഇതിന്റെ അടിസ്ഥാനത്തിൽ ഈ സംഭവം സത്യമാണെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ചെറുതുരുത്തി പോലീസിന് പരാതി കൈമാറുകയും ചെയ്തു. പോലീസ് ഇന്ന് പുലർച്ചയോടുകൂടിയാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇയാളെ ഇപ്പോൾ ഒളിവിലാണ്, ഈ അധ്യാപകൻ ഒളിവിലാണെന്നാണ് പോലീസ് പറയുന്നത്. എന്തായാലും ഇയാൾക്കായിട്ടുള്ള അന്വേഷണവും ഊർജിതമാക്കിയിരിക്കുകയാണ്. ഇയാൾ എവിടെയാണ് എന്നുള്ളതിൽ ഇപ്പോഴും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. പക്ഷെ പ്രതിയെ ഉടനെ തന്നെ പിടികൂടും എന്നുകൂടിയാണ് അന്വേഷണ സംഘം വ്യക്തമാക്കുന്നത്. ഈ പലതവണ മദ്യപിച്ചു പോലും ക്ലാസ്സിലെത്തിയ കുട്ടികൾക്ക് മോശമായി പെരുമാറിയതെന്നാണ് കലാമണ്ഡലം അധികൃതർ വ്യക്തമാക്കുന്നത്. അവരുടെ അന്വേഷണത്തിലും ആ വിധത്തിലാണ് മനസ്സിലായത്. അങ്ങനെ മദ്യപിച്ച് ക്ലാസ്സിലെത്തി വിദ്യാർത്ഥിനികളോട് വളരെ മോശമായി പെരുമാറി. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് പോക്സോ വകുപ്പുകളടക്കം ഇട്ടുകൊണ്ട് ഇയാൾക്കെതിരെ പോലീസ് കേസെടുത്തിരിക്കുന്നത്. തീർച്ചയായും നവമി, ഇതിന് മുൻപ്, അതായത് ഈ വർഷമാണോ ഇത്തരമൊരു പരാതി ഇയാൾക്കെതിരെ ഉയരുന്നത്? ഇതിന് മുൻപും ഏതെങ്കിലും വിദ്യാർത്ഥികളെ ഇയാൾ ലൈംഗികമായി ചൂഷണം ചെയ്തിട്ടുണ്ടോ? അങ്ങനെയെങ്കിലും വിശദമായ ഒരു അന്വേഷണം ആവശ്യമല്ലേ? മുൻപ് കലാമണ്ഡലത്തിൽ പഠിച്ചിട്ടുള്ള വിദ്യാർത്ഥികളൊക്കെ വിശദമായി അവരിൽ നിന്നൊക്കെ മൊഴിയെടുക്കേണ്ടതല്ലേ? അങ്ങനെ മുൻപ് ഏതെങ്കിലും പരാതികൾ ഈ അധ്യാപകനെതിരെ, കനകകുമാറിനെതിരെ ഉയർന്നിരുന്നോ? എന്തായാലും അക്കാര്യങ്ങളിലൊന്നും വ്യക്തത കൈവന്നിട്ടില്ല. കോളേജ് അധികൃതരാരും അതിൽ പ്രത്യേകിച്ചൊന്നും തന്നെ പറഞ്ഞിട്ടില്ല. ഇവർക്ക് ലഭിച്ച പരാതിയുടെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിൽ കുട്ടികൾ പറഞ്ഞതിൽ കഴമ്പുണ്ടെന്ന് മനസ്സിലാക്കുകയും ഇതിനെ തുടർന്നാണ് ചെറുതുരുത്തി പോലീസിന് പരാതി കൈമാറുകയും ചെയ്തിരിക്കുന്നത്. എന്തായാലും വിദ്യാർത്ഥികളുടെ വിശദമായ മൊഴി പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ പരാതിയുണ്ടോ, അല്ലെങ്കിൽ മുൻപും ഇയാൾ ഇത്തരത്തിലുള്ള ലൈംഗിക അതിക്രമം കുട്ടികളോട് നടത്തിയിട്ടുണ്ടോ എന്നതെല്ലാം അന്വേഷണ പരിധിയിലാണ്. പോലീസ് എന്തായാലും അന്വേഷണം ആരംഭിച്ചിട്ടുമുണ്ട്. തീർച്ചയായും നവമി, ഇപ്പോൾ കലാമണ്ഡലത്തിന്റെ ഭാഗത്ത് നടപടി ഉണ്ടായിട്ടുണ്ട്. ഈ അധ്യാപകനെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും അറസ്റ്റും മറ്റു നടപടികൾ ഉടനെ ഉണ്ടാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാമല്ലോ. കാരണം ഈ പ്രതി ഒളിവിലെന്നാണ് ലഭ്യമാകുന്ന വിവരം. എന്തായിരിക്കും അങ്ങനെയെങ്കിൽ ഈ അറസ്റ്റിലേക്ക് കടന്നു കഴിഞ്ഞാൽ കലാമണ്ഡലത്തിൻ്റെ ഭാഗത്തുനിന്നും കടുത്ത നടപടി, ഇയാളെ പുറത്താക്കുന്ന നടപടി ഉണ്ടാകേണ്ടതല്ലേ? സ്വാഭാവികമായിട്ടും എന്തായാലും ആദ്യ നടപടി എന്ന വണ്ണം ഇപ്പോൾ അയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. കുട്ടികൾ നൽകിയ പരാതി മനസ്സിലാക്കി അവരുടെ ഒരു പ്രാഥമിക അന്വേഷണത്തിൽ തന്നെ ഈ സംഭവം മനസ്സിലാക്കിയ അധികൃതർ, വൈസ് ചാൻസലർ ഇയാളെ സസ്പെൻഡ് ചെയ്തിട്ടുണ്ട്. പിന്നീടാണ് ചെറുതുരുത്തി പോലീസിന് ഈ പരാതി കൈമാറിയിരിക്കുന്നത്. എന്തായാലും പോലീസ് ഇയാളെ അറസ്റ്റ് ചെയ്താൽ കൂടുതൽ കടുത്ത നടപടികളിലേക്ക് തന്നെയായിരിക്കും ഈ കലാമണ്ഡലവും കടക്കുക എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. കുട്ടികളുടെ വിശദമായ മൊഴി എടുത്തിട്ടുണ്ട്. ഇയാൾ ഒളിവിലാണ്. ഇയാളെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടുള്ള അന്വേഷണം ആ രീതിയിൽ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത നിലയിൽ തന്നെയാണെന്നാണ് പോലീസ് പറയുന്നത്. പക്ഷെ ഉടനെ തന്നെ പ്രതിയെ പിടികൂടും എന്നുകൂടി അന്വേഷണ സംഘം വ്യക്തമാക്കുന്നുണ്ട്. വ്യക്തമാണ്. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്.